മുസ്ലിം ലീഗ് നേതാക്കൾ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാക്കൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അത്ര ശക്തമായി പറയുന്നില്ല, നേരത്തെ വളരെ ശക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തുപോയ ഒരാൾ, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാൾക്ക് മലപ്പുറത്ത് രാഷ്ട്രീയ ഭാവിയില്ല എന്ന്. മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തുപോയ ഒരാൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി അവസാനിക്കുമെന്ന്. ഇത് വളരെ ശക്തമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാലത്താണ് KT ജലീൽ അതിനെ വെല്ലുവിളിക്കുകയും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മുസ്ലിം ലീഗിനകത്ത് നിന്ന് ആരോപണം ഉന്നയിച്ച് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു വരികയും അതിനുശേഷം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കുറ്റിപ്പുറത്ത് മത്സരിച്ച് കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടുകൂടി തകർന്നു വീണത് ഒരു വിശ്വാസമായിരുന്നു. എന്താണ്? മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ എവിടെ കോണിയുണ്ടോ അവിടെ മാത്രമേ വോട്ട് ചെയ്യൂ എന്ന്. കോണി ഇല്ലെങ്കിൽ മാത്രമേ മറ്റൊരു ചിന്ത അവർക്കിടയിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ കോണി തന്നെയാണ്, കോണി കണ്ടാൽ കോണിക്ക് മാത്രം വോട്ട് ചെയ്യുന്നവരാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എന്ന് പറയുന്ന വിശ്വാസമാണ് അതോടുകൂടി തകർന്നു വീണത്. അതല്ല, ചില കാര്യങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നവർ മുസ്ലിം ലീഗിനകത്തുണ്ട് എന്ന് ആദ്യമായി മുസ്ലിം ലീഗ് നേതാക്കൾ മനസ്സിലാക്കിയ സംഭവം കൂടിയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ തോൽവി കുറ്റിപ്പുറത്ത്. ഇപ്പോഴിതാ അതേ വഴിക്ക് മറ്റൊരാൾ കൂടി. അതാണ് KS ഹംസ എന്ന പൊന്നാനിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത. KS ഹംസ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. മുസ്ലിം ലീഗിനകത്ത് പ്രവർത്തിച്ച ആളാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ മുസ്ലിം ലീഗിനെ കുറിച്ച് നന്നായി അറിയുന്ന ആൾ, മലപ്പുറത്തെ കുറിച്ച് അതേപോലെ മുസ്ലിം ലീഗിനെ കുറിച്ച് ആഴത്തിൽ അറിയുന്ന ആളാണ് KS ഹംസ. ആ KS ഹംസയാണ് പൊന്നാനിയിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത എന്താണോ KT ജലീൽ നടത്തിയത്, അതേപോലെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മുസ്ലിം ലീഗിനകത്ത് ആരോപണം ഉന്നയിച്ച് പുറത്തു വന്ന ആളാണ് KS ഹംസ. പുറത്താക്കുകയായിരുന്നു അദ്ദേഹത്തെ. ആദ്യം അദ്ദേഹത്തെ സംഘടനാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തി, പിന്നീട് പുറന്തള്ളി. ഇതായിരുന്നു എന്തുകൊണ്ട്? കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. എന്തായിരുന്നു ആരോപണം? ആരോപണം മറ്റൊന്നുമായിരുന്നില്ല, ചന്ദ്രിക ദിനപത്രത്തിലെ സാമ്പത്തിക ഇടപാടാണ്. മുസ്ലിം ലീഗിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി തങ്ങൾ അദ്ദേഹത്തെ പോലും മാനസിക വിഷമത്തിലാഴ്ത്തിയ സംഭവമായിരുന്നു ചന്ദ്രികയിലെ പണമിടപാട്. കോടിക്കണക്കിന് രൂപ ചന്ദ്രിക അക്കൗണ്ടിലേക്ക് വന്നു. എങ്ങോട്ട് പോയി എന്ന യാതൊരു വിവരവുമില്ല. എങ്ങനെ പോയി, എവിടെ വന്നു എന്നത് ED അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. EDയുടെ അന്വേഷണത്തിന് വിധേയമായി നിൽക്കേണ്ടി വന്ന അവസ്ഥയുണ്ട് ഹൈദരലി തങ്ങൾക്ക്. ആരും മറന്നുപോകാത്ത അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് കടുത്ത മാനസിക വിഷമം അനുഭവിക്കേണ്ടി വന്നതും ചന്ദ്രികയിലെ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട EDയുടെ അന്വേഷണമായിരുന്നു. അതേക്കുറിച്ചാണ് ആദ്യമായി മുസ്ലിം ലീഗ് യോഗത്തിനകത്ത് KS ഹംസ ആരോപണം ഉന്നയിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ. ആ ആരോപണം ഉന്നയിച്ചതോടുകൂടിയാണ് KS ഹംസ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും പിന്നീട് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വഴിയിലൂടെയാണോ KT ജലീൽ സഞ്ചരിച്ചത് അതേ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് KS ഹംസ. പിന്നീട് KS ഹംസയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത, അദ്ദേഹം സമസ്തയുടെ സ്ഥാനാർത്ഥിയാണ്. KS ഹംസ സമം LDF സമം സമസ്ത എന്ന് പറയാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ്. സമസ്തയുടെ സ്ഥാനാർത്ഥിയാണ് എന്നാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത്. സമസ്തയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ്. സമസ്തയുടെ നേതാക്കളുടെ അനുമതിയോടുകൂടി അറിവോടുകൂടിയാണ് KS ഹംസയെ പൊന്നാനിയിൽ മത്സരിപ്പിക്കുന്നത് എന്ന ചർച്ച ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെ മത്സരിക്കുന്നത് ET മുഹമ്മദ് ബഷീർ ആണ് എങ്കിൽ ET മുഹമ്മദ് ബഷീർ സംസ്ഥയിൽപ്പെട്ട ആളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എതിരെ സ്വാഭാവികമായും സംസ്ഥയുടെ വോട്ട് KS ഹംസയ്ക്ക് ലഭിക്കുമെന്നും സംസ്ഥയുടെ വോട്ട് പൂർണ്ണമായും ലഭിച്ചില്ലെങ്കിൽ അതിലൊരു ഭിന്നത ഉണ്ടാക്കാൻ കഴിയുമെന്നും കണക്ക് കൂട്ടിയാണ് KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കുന്നത് പൊന്നാനിയിൽ. പൊന്നാനി മണ്ഡലം പൂർണ്ണമായും ഒരു ലീഗ് മണ്ഡലമല്ല, ഒരു UDF മണ്ഡലമല്ല. ആ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥികൾ, നിയമസഭാ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്ന ചരിത്രമുണ്ട്, ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും മലപ്പുറം പോലെ പൊന്നാനി ഒരു UDF മണ്ഡലമല്ല, ഒരു ലീഗ് മണ്ഡലമല്ല. അതോടൊപ്പം തന്നെ സമസ്തയ്ക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടെ എതിർ സ്ഥാനാർത്ഥി, ലീഗിന്റെ സ്ഥാനാർത്ഥി സമസ്തയിൽപ്പെട്ട ആൾ അല്ല എങ്കിൽ നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയും, ചിലപ്പോൾ ജയിച്ചു വരാനും കഴിയും എന്നതാണ് ഹംസയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മാറുന്നുണ്ട് എന്ന് വെച്ചാൽ ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്കും മലപ്പുറത്ത് നിന്ന് അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിലേക്കും വരികയാണ് എന്ന് വിചാരിക്കാം. അപ്പോഴും പ്രശ്നമുണ്ട്. അബ്ദുൾ സമദ് സമദാനി സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. എന്നാൽ അദ്ദേഹം പൂർണ്ണമായും സമസ്തയാണോ എന്ന് ചോദിച്ചാൽ അല്ല. മുസ്ലിം സമുദായത്തിലെ പണ്ഡിതനാണ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ആനുകൂല്യമുണ്ട്, അത് തള്ളിക്കളയേണ്ട കാര്യമേ ഇല്ല. പക്ഷേ
പൂർണ്ണമായും അദ്ദേഹം ഒരു സമസ്തക്കാരനല്ല എന്നതും കെ എസ് ഹംസയ്ക്ക് അനുകൂലമായ ഘടകമാണ് എന്ന് CPIM വിലയിരുത്തുന്നുണ്ട്. അതേപോലെ കെ എസ് ഹംസ സമസ്തയുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥാപനങ്ങളുടെ മേധാവിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. തൃശ്ശൂരിലെ മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇക്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ചെയർമാനാണ് കെ എസ് ഹംസ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അറഫ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ബി.എഡ് കോളേജുകളും പ്രവർത്തിക്കുന്നുണ്ട് എന്ന വാർത്തകളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ സമസ്ത സ്ഥാപനങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ആളാണ്, സമസ്തയുടെ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. എന്തിനേറെ പറയുന്നു, പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ഹൈദരലി തങ്ങളുടെ മകനായ മൊയ്നുദ്ദീൻ തങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്നു കെ എസ് ഹംസ എന്ന് പറയുമ്പോൾ ആ സ്ഥാനാർത്ഥിത്വം എങ്ങനെ വന്നു, ഏത് വഴിക്ക് വന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലീഗ് കേന്ദ്രങ്ങൾ വല്ലാതെ ആശങ്കപ്പെടുന്നത്. E.T. മുഹമ്മദ് ബഷീറാണ് പൊന്നാനിയിൽ മത്സരിക്കുന്നത് എങ്കിൽ കെ എസ് ഹംസ എളുപ്പത്തിൽ ജയിച്ചു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം E.T. മുഹമ്മദ് ബഷീറിനെതിരെ ഒരു വികാരം അല്ലെങ്കിൽ ഒരു എതിർ ചർച്ച ആ മണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഒന്നും ഇടപെടുന്നില്ല, മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം അദ്ദേഹം മലപ്പുറത്താണ്, അവിടെ നിന്ന് പൊന്നാനിയിൽ എത്തുക, യാത്ര ചെയ്ത് എത്തുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. അതുകൊണ്ട് മണ്ഡലത്തിൽ ഇദ്ദേഹത്തെ കാണുന്നില്ല. എന്തിനേറെ പറയുന്നു, കോവിഡ് മഹാമാരി പിടിപെട്ട സമയത്ത് പോലും മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളായിരുന്നു E.T. മുഹമ്മദ് ബഷീർ എന്ന വിമർശനം അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട്. അത് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കെ എസ് ഹംസയ്ക്ക് എതിരെ സമസ്തയിൽ പെടാത്ത E.T. മുഹമ്മദ് ബഷീർ മത്സരിച്ചാൽ സ്വാഭാവികമായും അവിടെ കെ എസ് ഹംസയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും. ഇനിയിപ്പോൾ മുസ്ലിം ലീഗ് തീരുമാനിച്ചതുപോലെ സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണെങ്കിൽ തന്നെ കെ എസ് ഹംസയ്ക്ക് ഒരു മുൻതൂക്കം കിട്ടുമെന്നാണ് CPIM കണക്ക് കൂട്ടുന്നത്. ഇതെല്ലാം കണക്കെടുത്തുകൊണ്ടാണ് കെ എസ് ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. കെ എസ് ഹംസ വെറും ഒരു LDF സ്ഥാനാർത്ഥിയല്ല, കെ എസ് ഹംസ സമസ്തയുടെ സ്ഥാനാർത്ഥി കൂടിയാണ് എന്നത് ചെറിയ കാര്യമല്ല. അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയമുണ്ട്. KT ജലീലായിരിക്കും കെ എസ് ഹംസയെ നയിക്കുക. കെ എസ് ഹംസയുടെ തേരിൻ്റെ തേരാളി അത് KT ജലീലായിരിക്കും എന്നതും മുസ്ലിം ലീഗ് നേതാക്കളുടെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്ന വാർത്തകളാണ് പൊന്നാനിയിൽ നിന്നും വരുന്നത്. ഏതായാലും കടുത്ത മത്സരം മുസ്ലിം ലീഗ് നേരിടുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി എന്നത് മറന്നു പോകരുത്. വെറുതെയല്ല മുസ്ലിം ലീഗ് 3-ാം സീറ്റിന് വേണ്ടി വാശി പിടിക്കുന്നത്. 3 സീറ്റിൽ മത്സരിച്ചാൽ 2 സീറ്റിൽ വിജയം ഉറപ്പിക്കാം. അത് വയനാടാണെങ്കിൽ എളുപ്പത്തിൽ വിജയം ഉറപ്പിക്കാം എന്ന് കണക്ക് കൂട്ടുന്നുണ്ട് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെയാണ് 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. പൊന്നാനി സേഫ് അല്ല, സുരക്ഷിതമല്ല എന്ന ധാരണയിലേക്ക് മുസ്ലിം ലീഗ് നേതാക്കൾ ഇതിനകം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് E.T. മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ മത്സരിക്കാനില്ല, എനിക്ക് മലപ്പുറം തന്നാൽ മതി എന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ ഒരു വെച്ചുമാറൽ ഉണ്ടാകും എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. പക്ഷേ ഇതുവരെയും ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആ തീരുമാനം മാറ്റുമോ എന്നും പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ കെ എസ് ഹംസയ്ക്ക് പൊന്നാനിയിൽ വിജയക്കൊടി നാട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷ CPM നേതാക്കൾ വെച്ചു പുലർത്തുന്നുണ്ട്. ഏതായാലും വളരെ ശക്തമായ മത്സരം പൊന്നാനിയിൽ കാഴ്ചവെക്കാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി തന്നെ LDFന് കഴിഞ്ഞു എന്നതാണ് കെ എസ് ഹംസയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി ഇപ്പോൾ നടന്നിരിക്കുന്നത്.